ക്രിസ്മസ് ആയതുകൊണ്ട് അച്ഛന് എല്ലാം അച്ഛൻ്റെ ഇഷ്ടത്തിനുള്ളതാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. ഇതൊക്കെ തന്നെയാണോ അച്ഛന് ഇഷ്ടമുള്ളതും? എല്ലാം ഇഷ്ടമുള്ള സാധനങ്ങളാണ് കേട്ടോ. ആണോ? അച്ഛന് എന്നൊക്കെ നാടൻ ഭക്ഷണമാണോ കഴിക്കുന്നത് അതോ? സാധാരണ നാടൻ ഭക്ഷണമാണ്. പിന്നെ ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പം അവരെല്ലാം ഉണ്ടാക്കി തന്നാലും അതങ്ങ് കഴിക്കും. ഇതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട ഐറ്റങ്ങളാണ് ഇത് മുഴുവൻ. പിന്നെ എപ്പോഴും അച്ഛൻ പ്രസംഗിക്കുമ്പോഴുണ്ടല്ലോ അച്ഛൻ എപ്പോഴും ഈ കുടുംബത്തെ ബേസ് ചെയ്തുകൊണ്ടാണ്, കുടുംബ ബന്ധങ്ങളെ ബേസ് ചെയ്തുകൊണ്ടൊക്കെ എപ്പോഴും അച്ഛൻ പ്രസംഗം പറയുന്നത്. ശരിക്കും ഞാൻ നോക്കിയപ്പോൾ അച്ഛ ഈ നമ്മുടെ ഈ ഇടയിലുണ്ടല്ലോ എപ്പോഴും ഈ പ്രാർത്ഥന ഉണ്ടല്ലോ, ഇപ്പോൾ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി അങ്ങ് കുറഞ്ഞുകൊണ്ടിരിക്കുവാന്ന് തോന്നുന്നുണ്ട്. ശരിയാണോ അച്ഛാ ഞാൻ പറഞ്ഞേ? പ്രാർത്ഥനയ്ക്ക് പൊതുവിലെ ഒരു കുറവ് എല്ലാ മതങ്ങളിലും വന്നിട്ടുണ്ട്. ഈ പ്രത്യേകിച്ച് സന്ധ്യാപ്രാർത്ഥന, പ്രത്യേകിച്ച് നമ്മുടെ സന്ധ്യാപ്രാർത്ഥനയുടെ സമയങ്ങളാണ് പലപ്പോഴും സീരിയലുകൾ അത് മോഷ്ടിച്ചെടുക്കാറുള്ളത്. അപ്പം അത് ആകർഷകമായി അവതരിപ്പിക്കുമ്പം അത് ഇന്നലെ കണ്ടതിന് ബാക്കി വിടുന്ന കണ്ടേക്കാം എന്നിട്ട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്ന ഒരു രീതി പലരിലും വരുന്നുണ്ട്. പക്ഷെ ചിലർ അതിനോട് ബലം പ്രയോഗിച്ച് തന്നെ അതല്ല, പ്രാർത്ഥന കഴിഞ്ഞ് മതി സീരിയൽ എന്ന് പറയുന്നവരുമുണ്ട്. അത് ഒരു പരിധി വരെ നമ്മുടെയൊക്കെ പ്രാർത്ഥനയും കുടുംബത്തിൽ ഒന്നിച്ചുള്ള പ്രാർത്ഥനയൊക്കെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് തകർച്ചകളുമുണ്ട്. കാരണം ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യുന്ന കുടുംബം ഒരുമിച്ച് നിലനിൽക്കും എന്നാണ് പറയുക. ഭക്ഷണവും പ്രാർത്ഥനയും വ്യത്യസ്തങ്ങളായിട്ട് പോയി കഴിയുമ്പം ആ ഒരുമിച്ചുള്ള ഒരു ബന്ധത്തിൻ്റെ കണ്ണി അവിടെ പൊട്ടുന്നുണ്ട്. അത് പല കുടുംബങ്ങളിലും പ്രശ്നമായിട്ട് മാറുന്നുമുണ്ട്. പരമാവധി താമസിച്ച് വരിക, തട്ടുകട, ആ ഭക്ഷണം അത് അങ്ങനെ ടേസ്റ്റായി കഴിഞ്ഞാൽ അതൊരു കൂട്ടുകളിൽ അതിലേക്ക് പോയി കുടുംബത്തിലെ ഭക്ഷണത്തിന് രുചിയില്ല എന്നുണ്ടെങ്കിലും കമൻ്റായി ആ രീതിയിൽ ഇങ്ങനെ വരും. ഇപ്പം അപ്പനും മകളും കൂടെ യാത്ര പോയി ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുക. അപ്പോൾ എന്നും ഈ അപ്പൻ പ്രാർത്ഥിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ഹോട്ടലിൽ നിന്ന് പ്രാർത്ഥിക്കാതെ കഴിച്ചു. അപ്പം കുട്ടി ചോദിച്ചു, തന്നെ അപ്പം എന്നും പ്രാർത്ഥിച്ചിട്ടല്ലേ ഭക്ഷണം കഴിക്കുന്നത്, ഇവിടെ പ്രാർത്ഥിക്കാതെ? എൻ്റെ മോനെ എന്നും പ്രാർത്ഥിക്കാൻ കാരണം നിൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ്. ഹോട്ടലിലെ ആകുമ്പം അത്രയും പേടിക്കണ്ടല്ലോ, അതുകൊണ്ടാണ്. ആ ഒരു കൾച്ചറിലേക്കാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും അച്ഛൻ എപ്പോഴും ഈ കുടുംബത്തെ മാത്രം വെച്ചാൽ ബേസ് ചെയ്യുന്ന എന്തുകൊണ്ടാണ്? നമ്മുടെ ഇവിടെ കുറേ ഡൈവേഴ്സ് ആവുന്നതുകൊണ്ടാണെന്നോ? ഫാമിലിക്ക് ഊന്നൽ കൊടുക്കാൻ കാരണം ഫാമിലി എല്ലാ മതങ്ങളുടെയും എല്ലാവരുടെയും വിഷയമാണ്. അപ്പം അത് എവിടെ പറഞ്ഞാലും ശ്രദ്ധിക്കും. അപ്പനമ്മമാരെയൊക്കെ ശ്രദ്ധിക്കും, ദമ്പതികൾ ശ്രദ്ധിക്കും, മക്കൾ ശ്രദ്ധിക്കും. ശരിക്കും അച്ഛൻ ഓരോ കാര്യം പറയുന്നതിലും അതിനകത്ത് ഒരുപാട് അർത്ഥമുണ്ട് അച്ഛൻ. അതുകൊണ്ട് കാരണം നമ്മൾ ഈ മനുഷ്യനിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങളാണല്ലോ. നമ്മൾ ആരും കാണാത്ത ലോകത്തെക്കുറിച്ചല്ല പറയുന്നത്, മുഴുവൻ ജീവിക്കുന്ന ലോകത്തെക്കുറിച്ചാണ്, സത്യത്തെക്കുറിച്ചാണ്. അപ്പം അതുകൊണ്ട് അത് ഒത്തിരി ആൾക്കാരിലേക്ക് അത് സ്വാധീനിക്കാൻ പറ്റുന്നുണ്ട്. ശരിയാ. അച്ഛൻ ഇപ്പൊ പറഞ്ഞ കൂട്ടെ ഭാര്യ ഭർത്താവ് ബന്ധമായാലും അച്ഛൻ അമ്മ ബന്ധമായാലും ഇപ്പൊ അമ്മമാരെ പോലെ ഒരു പ്രാരാബ്ദം പോലെ കൊണ്ട് കളയുന്ന ഒരു കാലമായി ഇപ്പൊ ഇത്. അപ്പൊ അതോടൊക്കെ ഉള്ള ഒരു അച്ഛൻ്റെ കാഴ്ചപ്പാട് എന്നാ പറയുന്നത്? പണ്ട് നമുക്ക് നമ്മുടെ എല്ലാ സമൂഹങ്ങളിലും മാതാപിതാക്കളെ ഒരു ഭാഗ്യമായി കണ്ടു. അതെ. കാലം മാറിയപ്പോൾ ഭാഗ്യം ഭാരമായിട്ട് മാറി. ഇന്നെല്ലാവർക്കും പ്രായം ചെന്നൊരു ഭാരമാണ്. 5 പഠിക്കുന്ന കുട്ടി ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ വന്നു, ചൂലും കത്തിയെടുത്ത് അപ്പൻ്റെ അമ്മയെ ഓടിക്കുക. പ്രായമുള്ള അമ്മ തള്ളം മടുത്തു. അപ്പം ചോദിച്ചു, എന്നാടാ നീ എൻ്റെ അമ്മയെ ഓടിക്കുന്നതെന്ന് ചോദിച്ചു. ടീച്ചർ പറഞ്ഞു വിട്ടിട്ടാണ്. ടീച്ചറെന്നാ പറഞ്ഞു? ടീച്ചർ പറഞ്ഞു വീട്ടിൽ ചെന്ന് നാളെ ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് പഴയതെല്ലാം ഒന്ന് ഓടിച്ചു നോക്കണമെന്നാണ് പറഞ്ഞത്. അപ്പം ഇന്ന് അമ്മയും അപ്പനെയും പഴയതായിട്ട് കാണുന്ന ലോകത്തിലാണ് നമ്മളിന്ന് ജീവിക്കുക.